Welcome back to our YouTube channel. It's me, Travel with Ajubi. It's me, Travel with Kanopa. Yes. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനിലേക്കാണ് പോകാൻ പോകുന്നത്. അതും ഒരു കിടിലൻ വഴി കൂടെ. അതെ അതെ അതെ. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് അല്ല, ഇനി വേറൊരു വഴിയൂടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി ആ വഴിയെ നിങ്ങൾ പോവുള്ളൂ ഊട്ടിക്ക് കേട്ടോ. അത് ഉറപ്പ് പറയണേ. എന്തായാലും നിങ്ങൾ എന്താ പറയാ, കണ്ണടക്കാതെ വാച്ച് ചെയ്തോ, അടിപൊളിയായിരിക്കും. സോ ഗൈസ്, നമ്മളിപ്പോൾ മസനഗുഡി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഊട്ടി റോഡാണ്. ഊട്ടി റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലട്ടിച്ചുരം വഴി ആ വഴിയാണ് നമ്മൾ ഊട്ടിക്ക് പോകുന്നത്. ഓക്കെ, കല്ലട്ടി ചുരം വഴിയുള്ള ഊട്ടി യാത്രയിലാട്ടോ ഇങ്ങനൊരു കിടിലൻ കാഴ്ച. ഒരു ചെറിയൊരു ടീ ഷോപ്പിൻ്റെ മേലെ അടിപൊളിയായിട്ട് ഫുള്ളി റെഡ് കളർ ബൊഗെയിൻ വില്ല. നമ്മൾ അവിടുന്ന് റൈഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ഹെയർ പിൻ ബെൻഡിലെ 12/36 ഇതുള്ളത്. ഈ ഒരു ചെറിയ ടീ ഷോപ്പ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും. ആ വഴിയിലൂടെയാണ് നമുക്ക് നമ്മുടെ ഹിഡൻ സ്പോട്ടിലേക്ക് പോകേണ്ടത്. കിടിലൻ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി റോഡിലൂടെ നമുക്ക് അങ്ങോട്ട്. ഈ യാത്രയിലൂടെ നമ്മൾ ഊട്ടി ഗ്രാമങ്ങളൂടെയാണ് കേട്ടോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കൃഷികൾ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇടത്തെ ഭാഗത്ത് കാണുന്നത് സ്ട്രോബെറി കൃഷി ചെയ്യുന്നതാണ്. നമ്മളെല്ലായ്പ്പോഴും വട്ടവടയും മൂന്നാറൊക്കെയാണ് സ്ട്രോബെറി കൃഷി വ്യാപകമായി കണ്ടുവന്നിരുന്നത്. എന്നാലിപ്പോൾ ഊട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് സ്ട്രോബെറി ഫാം ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്താൽ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തും. ഗ്രാമത്തിൻ്റെ അവിടെ നമുക്ക് ഷോളൂർ വ്യൂ പോയിന്റ് എന്നിട്ടുള്ള സ്ഥലത്തേക്ക് വഴി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ചെറിയ അമ്പലത്തിൻ്റെ അതിന് ബൈക്കും കാറും ഒക്കെ പോട്ടോ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഇത് തന്നെയാണ്. നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ വരെ നമുക്ക് ബൈക്കോ കാറോ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ. ആ നടക്കാനുള്ള വഴിയിലൂടെയും നമ്മളൊരു ഓഫ് റോഡ് ക്യാപ്പബിൾ ആയിട്ടുള്ള ബൈക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും നമുക്ക് മേലോട്ട് കൊണ്ടുപോകാം. സോ ഞങ്ങൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ എത്തിട്ടോ. ഇതാണ് ഷോളൂർ വ്യൂ പോയിന്റ് അല്ലേ? അപ്പം നമ്മൾ ഷോളൂർ വ്യൂ പോയിന്റിലെത്തി. ഈ വഴി അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളാം. മസനഗുഡിയിൽ നിന്ന് ഷോളൂർക്ക് പോകുന്ന വഴി, അത് ഊട്ടി വഴിക്ക് വരികയാണെങ്കിൽ അവിടുന്ന് ഒരു ബൊഗെയിൻവില്ലയൊക്കെ ആയിട്ടുള്ള ഒരു ടീ ഷോപ്പ് കാണും. അതിൻ്റെ അവിടുന്ന് റൈറ്റ് കയറുക, അങ്ങനെ വന്നാൽ സ്ട്രൈറ്റ് ഇങ്ങോട്ട് എത്താം. അടിപൊളി വഴിയാണ്. വഴിയും ഗ്രാമങ്ങളും അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഷോളൂർ വ്യൂ പോയിന്റ്. കുറച്ച് ഒരു ഓഫ് റോഡ് കയറാനുണ്ട്. ആ ഓഫ് റോഡ് കയറി വന്നാൽ നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തും. ടോപ്പ് വരെ ബൈക്ക് കയറും. നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട്. ഇത്രയും നമുക്ക് ബൈക്കിൽ വരാം. ചുറ്റും 360 ഡിഗ്രി വ്യൂ ആണ്. അതുപോലെ താഴെ നിന്ന് നോക്കിയാൽ നമുക്കൊരു ഗ്രാമം കാണാം. ഓക്കെ, വിൽ ഷോ യു ഗൈസ്. ആ കാണുന്നില്ലേ, അത് ചെറുതായിട്ട് കാണുന്നുണ്ടാവുള്ളൂ. അത് നമ്മുടെ ഊട്ടിയിലെ അക്കോണി എന്നിട്ടുള്ള പ്രദേശമാണ്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ ട്രക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ മല മാത്രമല്ല, ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്ത് വേറൊരു മലയും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഹേ ഗൈസ്, ഇവിടെ രണ്ട് എന്താ പറയുക സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. അതായത് ഒരൊറ്റ വ്യൂ പോയിന്റ് ആണ്. 2 കൊക്കകളാണുള്ളത് കേട്ടോ. 2 മലകൾ അവിടെയും ഇവിടെ ഓപ്പോസിറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ നിന്ന് കുക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ എന്താ വോയിസിന് അലക്കില്ലേ, അങ്ങനത്തെ ഇത് കേൾക്കാൻ പറ്റും നമുക്കിവിടെ. വാ, അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ,
ചേട്ടാ അത് കിടിലാട്ടോ. ചേട്ടാ അടിപൊളിയാണ്. ഇവിടെ ഇരിക്കാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ്, അവിടെ ഒരു വ്യൂ പോയിന്റ് അല്ലേ? ഇതാണ് കേട്ടോ ഈ വ്യൂ പോയിന്റ് ഏറ്റവും തെറ്റത്തെ പറയണത്. നോക്കി ഇവിടെ തീർന്നു. ഇവിടുന്ന് കൊക്കി ഇവിടുന്ന് വ്യൂ നോക്കാം. രക്ഷയില്ല, അടിപൊളി. Look at this. പപ്പാ ഇങ്ങോട്ട് വന്നേ. പപ്പാ മാതി ഇങ്ങോട്ട് വന്നേ. പറ്റും പപ്പാ ഇങ്ങോട്ട് വന്നേ. മാതി പപ്പാ ഇങ്ങോട്ട് വന്നേ. വരുന്നു. What is this, Ajubi? Sweet cake. തിന്നു മുണുങ്ങു. ഒരു ടീ ഉണ്ട്. ഷോളൂർ വ്യൂ പോയിന്റ് പിന്നിട്ട് നമ്മളൊരു ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഊട്ടി ടൗണിലേക്ക് കയറിട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ കാറ്റ് നല്ല തണുത്ത കാറ്റായിരുന്നല്ലോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഊട്ടിയിലെത്തിയ നല്ല അടിപൊളി ഒരു ബിരിയാണി കഴിക്കാന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഹോട്ടലിനുള്ള സെർച്ചിങ് ആയിട്ട് അടുത്തത് നമ്മൾ അവിടെ ഇവിടെ അന്വേഷിച്ചപ്പോൾ പോണ വഴിയിൽ അടിപൊളി ഹോട്ടലുണ്ട്, അവിടെ കിടിലൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നേരെ അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഊട്ടി ബിരിയാണി കഴിക്കാൻ ഊട്ടിയിലെത്തി അല്ലേ? ഊട്ടിയിലെ താജ് കണ്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെയാണ് വന്നിട്ടുള്ളത്. അജൂബി കഴിക്കുന്നില്ല, അജൂബിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു. ഭയങ്കര വെന്ത പീസ്. ബീഫിലെ പിന്നെ ചോറിങ്ങനെ മസാലയിൽ മുങ്ങി നിൽക്കണം. മസാല അത് കണ്ടാൽ നല്ല ടേസ്റ്റ്. ആ ഗ്രേവി കൂടി കണ്ട് അടിപൊളിയല്ലേ? ഇവിടെ വന്നിട്ട് ഇത്രയും നല്ല കിട്ടാൻ പറഞ്ഞ വലിയ കാര്യമല്ല. നമുക്ക് വന്നാൽ ചിലപ്പോൾ പറ്റണം. അതായത് ഒരു ബീഫ് ബിരിയാണിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, രണ്ടാൾക്ക് തന്നെ സുഖമായിട്ട് കഴിക്കാം. എല്ലാം കഴിക്കുന്നവരാണെങ്കിൽ ഒരു 2 പറയാം, മീഡിയം കഴിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം പറഞ്ഞ് 50 ആക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് കഴിക്കാം, നല്ല ഫുഡ്, തെറ്റ് പറയാനൊന്നുമില്ല. ഇനി ബില്ല് വരട്ടെ, ബില്ല് വന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഈ കളർ ബീൻസ് അല്ലേ ഇതില്? അത് സാമ്പാർ ബീൻസ് നല്ല ടേസ്റ്റാ. റൈസ്, അതായത് നമുക്ക് ബ്രക്കോളി റൈസ് ഒക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണം. ഒരുവിധമുള്ള വട്ടൊക്കെ ഊട്ടിക്ക് വരുമ്പോൾ നമ്മളിവിടുന്ന് വെജിറ്റബിൾസ് നല്ല മേടിച്ചോണ്ട് കേട്ടോ. അപ്പോൾ ബ്രക്കോളി, ക്യാരറ്റ്, അതുപോലെ ബീൻസ്. കാരണം നമ്മുടെ നാട്ടിലെ ഈ സാധനത്തിന് മുടിഞ്ഞ വിലയായിരിക്കും, ബ്രക്കോളി നല്ല കിട്ടൂല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലെ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ ബീൻസ് യൂസ് ചെയ്യാത്ത ബീൻസ് ആയതുകൊണ്ട് നമ്മളിത് വാങ്ങിയിട്ട് പച്ച പീസാണ്, നമുക്ക് കഴിച്ചോടാം. അതായത് നമ്മളീ ചെറുപയറിൻ്റെ ഒക്കെ ടേസ്റ്റ്. ഇത് കണ്ടോ, നമ്മുടെ പട്ടാണിക്കടലില്ലേ, അതാണ്. ഇത് ഭയങ്കര സ്വീറ്റ് ആണ്. ഈ പച്ചക്ക് കഴിക്കാൻ ഭയങ്കര സ്വീറ്റ്. നല്ല മധുരമുണ്ട്. സ്വീറ്റ് കോൺ ഒക്കെ കഴിക്കണ പോലത്തെ ഒരു ഫീൽ.
സോ ഗൈസ് നമ്മളേ ഊട്ടിക്ക് ജസ്റ്റ് ഒരു റൈഡ് എന്നുള്ളൊരു വൈബിൽ പോയത് കേട്ടോ. ഊട്ടി എത്തി, അവിടെ വല്ലാണ്ട് തെണ്ടി തിരിയാൻ നിന്നില്ല. കുറച്ച് വെജിറ്റബിൾസ് മേടിച്ചു, എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ചു കേട്ടോ. കാരണം നമ്മൾ ഊട്ടി എപ്പോഴും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഊട്ടിക്ക് വരുന്ന വഴികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിക്കാനാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഇത്തവണ ആ വഴിക്കൊന്ന് റൈഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. സൺഡേ അല്ലേ, ഒരു വൺ ഡേ റൈഡ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു, ആ വഴിയും ആ വ്യൂ പോയിന്റ് ഒക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചു റിട്ടേൺ നമ്മൾ നേരെ അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് പോരാൻ വെച്ചു. വരുമ്പോൾ നമ്മൾ മസനോടി വഴിയല്ലേ വന്നേ. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് സാധാരണ വരുന്ന ആ വഴിക്ക് തന്നെയായിട്ട് പോകുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രാവശ്യം ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ കണ്ടാട്ടോ ഫുള്ള് മിലിറ്ററി ട്രക്ക്. ഇതിപ്പോൾ നമുക്ക് 2-3 വീഡിയോയിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ വരുന്ന വഴിക്കൊക്കെ കുറേ മിലിറ്ററി ട്രക്ക് പാസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്നോണ്ടിരിക്കുക കേട്ടോ. പോരുന്ന വഴിക്ക് ഇതാ നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ ആ വഴിയില്ലേ, അതിനായിട്ടൊപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഊട്ടി പോകുന്നവരൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ പകർത്താം ആ ഒരു സ്പോട്ടാട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടുകാണി ചുരത്തിലാട്ടോ. നാടുകാണി ചുരത്തിന് കുറച്ച് ഡേഞ്ചറസും കൂടിയാണ്. എന്തെന്നാൽ എപ്പോഴാണോ പെട്ടെന്നൊരു ആന മുന്നിലേക്ക് എത്താൻ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ആനകളുള്ള ഒരു ഏരിയയാണ് ഈ നാടുകാണി ചുരം. ഇരുട്ടി കഴിഞ്ഞാൽ നമ്മൾ വല്ല ലോറിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് റോഡിൻ്റെ നടുക്ക് ഒരു ആനയൊക്കെ വന്ന് നിൽക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക നാടുകാണി ചുരത്തിലാണെങ്കിൽ. ഓടി വന്ന അവസാനം നാടുകാണി ചുരത്തിലെത്തിട്ടോ. ഇവിടുന്ന് ഒരേ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഇനി വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. നാടുകാണി ചുരം ഇറങ്ങി നിലമ്പൂർ ടൗണിൽ എത്തിയപ്പോഴേക്കും വളരെ ഇരുട്ടായിട്ടോ. നമ്മളെവിടെ സ്റ്റോപ്പ് ചെയ്തൊന്നുമില്ല, റൈഡ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ മഞ്ചേരിക്ക് അധികം ദൂരമില്ലല്ലോ അവിടെ നിന്ന്. നമ്മൾ നൈറ്റ് തന്നെ വീട്ടിലെത്തി റെസ്റ്റ് ചെയ്യാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ഒരു വൺ ഡേ റൈഡ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കിട്ടില്ല റൈഡിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.